ഇല്ല, വിട്ടു നിൽക്കുന്ന നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. ഒന്നാമത് നാളെ വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ബില്ല് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇന്ന് 2 മണിക്ക് BSc കൂടിയതിന് ശേഷമാണ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ലിസ്റ്റ് ചെയ്തത് 4:30 മണിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബില്ല് വരില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. വരും, 2 രീതിയിലായിരുന്നു. എന്തായാലും നമ്മൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ 4 പേര് ഇന്ന് പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത കാര്യം സ്പീക്കർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 6 ദിവസം ഇവിടെ 5 ദിവസം ഇവിടെ ആണ്, 4-ാം തീയതി വരെ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റി വയ്ക്കാൻ സാധ്യത, അതൊന്ന് ശക്തി കൂട്ടാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ബില്ലിനെ ഒപ്പോസ് ചെയ്യാണ്. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ ബില്ല് വരും എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും അഡമൻ്റായിട്ടുള്ള സ്റ്റാൻഡാണ് എത്തിയിരിക്കുന്നത്. നാളെ തന്നെ ബില്ല് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയായിട്ട് ആലോചിച്ച് 4 അംഗങ്ങളും പാർലമെൻറ്റിലെ 4 അംഗങ്ങളും നാളെ പാർലമെൻറ്റ് നടക്കുമ്പോൾ അത് ഈ ബില്ലിനെ ഒപ്പോസ് ചെയ്യാൻ പാർലമെൻറ്റിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനമുണ്ട്. അതിൻ്റെ അനുസരിച്ച് ഞാൻ ഇവിടുന്ന് ഡൽഹിക്ക് പോവാണ്. ആ ബില്ല് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ എതിർത്താണല്ലോ. എതിർത്തതുകൊണ്ടാണ് അന്ന് JPCക്ക് വിട്ടത്. ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ നമ്മൾ എതിർത്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടത്. ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയിലും വേണ്ടത്ര ഡിസ്കഷൻ നടന്നില്ല. അവിടെയും ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നത്. ഗവൺമെൻറ് അന്ന് പുറകോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് വീണ്ടും ആ ബില്ല് നാളെ JPC റിപ്പോർട്ട് ചെയ്തതനുസരിച്ചുള്ള ബില്ല് സഭയിൽ വരുന്നത്. അപ്പം അപ്പോഴും അതിനെ എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയായിരിക്കും CPM സ്വീകരിക്കുക. ചർച്ചകളിൽ പങ്കെടുത്ത് എതിർത്ത് സംസാരിക്കും. അതെ, കോൺഗ്രസ്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ നിലപാട് ക്ലിയർ കട്ടായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. കാരണം പിന്നെ BSc ചേർന്നതിന് ശേഷം ആണ് ബില്ല് വരുമോ ഇല്ലയോ എന്നറിയാതെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് രാവിലെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ ബില്ല് വന്നു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുമായിട്ട് അവരുമായിട്ട് ചർച്ച നമുക്ക് അത് അറിയില്ല. അതായത് അതിന് നേതൃത്വം കൊടുക്കേണ്ട നമ്മൾ പരമാവധി ആളുകളെ ഈ കാര്യത്തിൽ യോജിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. രാഷ്ട്രീയമായിട്ട് എന്ത് എതിർപ്പാണ് ഈ ബില്ലിനോട് നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്നത്? രാഷ്ട്രീയമായിട്ടുള്ള രേഖപ്പെടുത്തലെന്ന് പറയാൻ എതിർപ്പ് രേഖപ്പെടുത്തുകയെന്ന് ഞാൻ ഇതിപ്പോൾ ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. നാളെ മറ്റേതൊരു സമുദായത്തിലേക്കും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലേക്കും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിക്കാവുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ അത് തന്നെ എതിർക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നാളെ നമ്മളിലേക്ക് എത്തുന്നവരേക്കും നമ്മൾ എതിർക്കാതിരിക്കുക എന്നുള്ള പഴയ ഒരു ജർമ്മൻ കവിയുടെ നിലപാടുണ്ടല്ലോ, ആ നിലപാടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. എതിർക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ. ഈ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയും സഭയിലെ ഭൂരിപക്ഷത്തിൽ. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തുടർ നീക്കങ്ങൾ പിന്നീട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മാത്രം ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് പോകാനുള്ള ശക്തി നമുക്കില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒബ്ജക്ഷൻ നല്ലപോലെ റേസ് ചെയ്യാനുള്ള നടപടിയാണ് ചെയ്യുന്നത്.